ഇത്രം വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സേതുലക്ഷ്മി ഒരു മുറിയിലേക്ക് വേദയെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നായാലും തരുൺ കാര്യങ്ങളൊക്കെ അറിയണം. ആ സമയത്ത് നിനക്ക് കുഞ്ഞുമായിട്ട് ഇവിടെ നിന്ന് പോകേണ്ട വരും. അന്ന് നീ തെരുവിലേക്ക് ഇറങ്ങേണ്ട വരല്. അതിനുള്ള ഒരു പോംവഴിയാണ് ഇവിടെ നിന്ന് നിനക്ക് തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് സേതുലക്ഷ്മി കാണിച്ചു കൊടുക്കുകയാണ്. കാണുമ്പം തന്നെ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. വേദയാണെങ്കിൽ സേതുലക്ഷ്മി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ സേതുലക്ഷ്മി പറയുന്നുണ്ട്, മോളിപ്പോൾ സങ്കടപ്പെട്ട് ഇരിക്കേണ്ട സമയമല്ല. മോളുടെ ജീവിതം മോള് തന്നെ മാറ്റിമറിക്കണം. അല്ലാതെ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിനക്ക് നിൻ്റെ ജീവിതം മാറുമ്പോൾ തന്നെ നിൻ്റെ ശത്രുക്കളോട് പോരാടാനുള്ളൊരു ധൈര്യം കിട്ടും എന്നും സങ്കടപ്പെട്ട് പേടിച്ച് ജീവിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വേദയെടുത്ത്. അതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്കൊരു ധൈര്യമൊക്കെ വരുന്നുണ്ട്. അപ്പം വേദ ചോദിക്കുന്നുണ്ട്, തരുൺ ഇതിനൊക്കെ സമ്മതിക്കുമോ അമ്മേ എന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ കുഞ്ഞിനെ നോക്കാനെന്നും പറഞ്ഞല്ലേ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സേതുലക്ഷ്മി പറയുന്നുണ്ട്, മോൾ തരുണിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. അവൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. നീ നിൻ്റെ വഴിയുമായി മുന്നോട്ട് പോവുക. ഇവിടെ നിന്നും നിൻ്റെ ജീവിതം മാറി മറിയട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സേതുലക്ഷ്മി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം തരുണുമായിട്ട് സേതുലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അപ്പം തരുൺ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ആദ്യം കുഞ്ഞിനെ നോക്കാനായിട്ട് വന്നെന്ന് പറഞ്ഞ് ഇപ്പം അവൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒപ്പിച്ചു കൊടുക്കണമെന്നോ? അതേ മോനെ, അവൾ ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടിയല്ലേ. അവളുടെ കുഞ്ഞും പോയി, പിന്നെ ഭർത്താവ് എവിടാന്നറിയത്തില്ല. അങ്ങനെ ആകപ്പാടെ കഷ്ടപ്പെടുന്ന അവൾക്ക് നമ്മളൊരു താങ്ങായിക്കൂടെ? അവൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ മാത്രം മതി. ബാക്കി കാര്യം അവൾ ചെയ്തോളും. അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് എന്ന് തരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം തരുൺ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അവളുടെ പുറകിൽ ഏതൊക്കെ ഗുണ്ടകൾ തന്നെ ഉണ്ട്. അവൾ എന്തൊക്കെയോ പ്രശ്നത്തിലകപ്പെട്ട പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സേതുലക്ഷ്മി പറയുന്നുണ്ട്, അവൾക്ക് പ്രശ്നങ്ങളില്ലെന്ന് ആര് പറഞ്ഞു? അവൾക്ക് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിലൊക്കെ കര കയറാനുള്ളൊരു പോംവഴിയാണ് ഇത്. പിന്നെ അവൾക്ക് എന്നായാലും ഇവിടുന്ന് പോയേ പറ്റൂ. അന്ന് അവൾക്ക് താങ്ങായി അവൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ മോനെ എന്നൊക്കെ പറഞ്ഞ് തരുണിനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുന്നു സേതുലക്ഷ്മി. അങ്ങനെ വേദ വീണ്ടും പഠിക്കാൻ തുടങ്ങിയാണ്. തരുണിൻ്റെയും സപ്പോർട്ടോടെ കൂടെ തന്നെ വേദ വീണ്ടും പഠിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ വേദയാണെങ്കിൽ സിവിൽ സർവീസ് എഴുതാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഈ സമയത്ത് വിക്രം ജയിലിലാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവുകയാണ്. ശ്രീകാന്തിൻ്റെ ഗുണ്ടകളാണെങ്കിൽ വിക്രത്തെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ച് വിക്രം കൂടുതൽ വയലൻ്റ് ആവുകയും പഴയ പോലെ ഒരു ഗുണ്ടയായി മാറുകയും ചെയ്യുകയാണ്. വിക്രമത്തിൻ്റെ കേസും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ കടന്നു പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് തരുണിനോട് കാര്യങ്ങളൊന്നും പറയാൻ സേതുലക്ഷ്മിക്കോ വേദയ്ക്കോ പറ്റിയിരുന്നില്ല. തരുൺ സ്വന്തം മകളായിട്ട് തന്നെ ഗൗരിയെ വളർത്തുകയാണ്. തരുണിന് ഒരിക്കലും അറിയുന്നില്ല വേദയുടെയും വിക്രത്തിൻ്റെയും കുഞ്ഞാണ് അതെന്ന്. തൻ്റെ മകളാണ്, തൻ്റെയും രാധികയുടെയും മകളാണെന്നും പറഞ്ഞ് ഗൗരിയെ വളർത്തുകയാണ്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. 6 വർഷത്തിന് ശേഷം വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയാണ്. പക്ഷേ വിക്രം കയറിയ പോലെ ഒരു മനസ്സുമായിട്ടല്ല വിക്രം ഇറങ്ങിയത്. കയറുമ്പോൾ വേദയായിട്ടൊരു ജീവിത സ്വപ്നം കണ്ടാണ് വിക്രം ജയിലിലേക്ക് കയറിയത്. പക്ഷേ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് വിക്രത്തിൻ്റെ മാനസികമായി ഭയങ്കര മാറ്റം ഉണ്ടാവുന്നു. കാരണം അമ്മ മരിച്ചുപോയി. വേദ ഇതുവരെ എവിടാണെന്ന് അറിയത്തില്ല. അങ്ങനെ ആകപ്പാടെ തകർന്ന അവസ്ഥയിലാണ്. മാത്രവുമല്ല ജയിലിൽ നല്ല അനുഭവങ്ങളൊന്നും വിക്രത്തിന് ഉണ്ടായിട്ടില്ല എന്നും അടിയും പ്രശ്നവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ വിക്രത്തിൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട്. വേദയാണെങ്കിൽ ഈ സമയത്ത് ഒരു സ്മാർട്ടായിട്ടുള്ള അതേപോലെ സത്യസന്ധമായിട്ടുള്ള ഒരു കളക്ടറായിട്ട് വന്ന് ജോയിൻ ചെയ്യുകയാണ്. വേദ അങ്ങനെ സിവിൽ സർവീസ് നേടിയെടുക്കുകയാണ്. ആരുടെ മുന്നിലും തല കുനിക്കാത്ത, ഏത് മുതലാളിയുടെ മുന്നിലും സത്യസന്ധമായി മാത്രം ജോലി ചെയ്യുന്ന ഒരു കളക്ടറായിട്ടാണ് വേദയാണെങ്കിൽ ജോയിൻ ചെയ്യുന്നത്. മാത്രവുമല്ല അതുകൊണ്ട് തന്നെ വേദയ്ക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം വേദയാണെങ്കിൽ ആരാണ് എത്ര വലിയ കാശുകാരനായാലും രാഷ്ട്രീയക്കാരനായാലും മുഖം നോക്കാതാണ് നടപടിയെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ശ്രീകാന്തിന് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ശ്രീകാന്തിന് ഇനി വേദ എങ്ങനെ തിരിച്ചു വന്ന് ഇനി വേദയും വിക്രവും ഒന്നിക്കോ? വേദയ്ക്ക് ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ട്. അതൊക്കെയുള്ള ഒരു സംശയത്തിൽ നിൽക്കുകയാണ് ശ്രീകാന്ത്. കുഞ്ഞ് മരിച്ചു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി വേദ കുഞ്ഞുമായിട്ട് തിരിച്ചു വരും. അങ്ങനെ ആകപ്പാടെ ടെൻഷനിലാണ്. അങ്ങനെ വിക്രത്തിനെ കാണാൻ ഇടയാവുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആഹാ നീ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞ്. പക്ഷേ നീ അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടത്തില്ല. നിൻ്റെ ഭാര്യ എവിടെ പോയിരുന്നു? ഇത്രയും വർഷമായിട്ട് അവൾ തിരിച്ചു വന്നിട്ടില്ല. അവളിപ്പം വേറെ വല്ലവനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയായിരിക്കും. അവൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുകയായിരിക്കും. നിന്നെ വേണ്ടാന്ന് തോന്നിക്കാണും. നീ എന്നും ജയിലിലും അടിയും കുത്തുമായിട്ട് നടക്കുന്നതില്ലേ, നിന്നെ ആർക്കാ വേണ്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായി സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട് നിന്ന് വിക്രത്തിന് ദേഷ്യം വന്ന് ശ്രീകാന്തിനെ അടിക്കുന്നുണ്ട്. നീ നിൻ്റെ അമ്മ
അമ്മയും കൊന്നവനല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് മോശമായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ വിക്രമാണെങ്കിൽ ശ്രീകാന്തിനെ എടുത്തിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പം അടികൊണ്ട് ശ്രീകാന്ത് അവിടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പം വീണ്ടും ശ്രീകാന്താണെങ്കിൽ വിക്രത്തിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ ഈ സമയത്ത് കളക്ടറായിട്ട് ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഗൗരിയുടെ കാര്യം, ഗൗരി ഇപ്പോഴും തരുണിൻ്റെ മകളാണെന്ന് പറഞ്ഞ് തരുൺ നടക്കുകയാണ്. ഇതുവരെ സേതുലക്ഷ്മിക്കോ വേദയ്ക്കോ തരുണിൻ്റെ കാര്യങ്ങൾ പറയാനോ മനസ്സിലാക്കി കൊടുക്കാനോ ഇതുവരെ പറ്റിയിട്ടില്ല. ഗൗരിയും തൻ്റെ അച്ഛൻ തരുണാന്നും പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ അടിപൊളി രംഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. വേദ കളക്ടറായിട്ട് ജോയിൻ ചെയ്യുകയും വിക്രം ജയിലിന് പുറത്തിറങ്ങുകയും ഇത്രയും നാൾ നമ്മളെല്ലാം കാത്തിരുന്നത് പോലെ അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്.